ഹലോ ഗൈസ്, നമ്മുടെ കയ്യിൽ ഒരു വേസ്റ്റ് ആയിട്ടുള്ള കാർഡ്ബോർഡ് ഇട്ടിട്ടുണ്ട്. ഈ കാർഡ്ബോർഡിന് നമുക്കൊരു മേക്കപ്പ് ഓർഗനൈസർ തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു. അതിനായിട്ട് നമ്മൾ കാർഡ്ബോർഡ് ഇപ്പോൾ ഇതേമാതിരി പരത്തി വയ്ക്കുക. അതാവുമ്പോൾ സുഖം, നമുക്ക് വരയ്ക്കാനൊക്കെ. അപ്പം നമ്മുടെ കയ്യിലുള്ള ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണോ അതൊക്കെ എടുക്കുക. ആ പ്രോഡക്റ്റ്സ് എടുത്തിട്ട് അതിന് ഇപ്പോൾ ലിപ്സ്റ്റിക്കാണ് എടുക്കുന്നത്. ആ ലിപ്സ്റ്റിക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബ്ലേഡ് വെച്ചിട്ട് അത് ആ ഒരു തുള ഉണ്ടാക്കിയിട്ട് അതിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ തീരുമാനം. അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്സോ ബ്ലേഡ് എടുത്തിട്ട് ഈ മാതിരി ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന മാതിരി ചെയ്തിട്ട് അതിന് ഫിനിഷിങ് വേണ്ട, കാരണം തുള ഫിനിഷിങ് വേണ്ട. കാരണം ഒരു തുരുതുരുവായിട്ടുള്ള ഈ സാധനം ഉണ്ടെന്നുണ്ടെങ്കിലേ ഉള്ളൂ ആ സാധനം നിൽക്കുമ്പോൾ ഒരു ബലം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാനത് കളയുന്നില്ല. ഇത് കണ്ടില്ലേ, ഇതേമാതിരി ഞാൻ 12 ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ല, 12 തുളയായിട്ടുണ്ട്. അതുപോലെ എൻ്റെ കയ്യിലുള്ള മറ്റുള്ള പ്രോഡക്ട്സിൻ്റെ ഞാൻ എടുക്കുന്നുണ്ട്. ഐലൈനർ, അതുപോലെ മസ്കാര, അങ്ങനെ കുറേ സംഭവങ്ങൾ, അതൊക്കെ ഞാൻ ഇതിലെടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഈ മാതിരി തോളയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കുന്ന പരിപാടിയാണ്. ഒരു ബോക്സ് ഉണ്ട്, കാർഡ്ബോർഡ് ബോക്സിൻ്റെ കയ്യിലുണ്ട്. ആ ബോക്സ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കുക കേട്ടോ. ഇറക്കി വെച്ചതാണ് ഇപ്പോൾ കണ്ടത്. അത് അതേ രീതിയിൽ ഓട്ടയാക്കിയിട്ട് ആ ഷേപ്പിൽ ഓട്ടയാക്കിയിട്ട് എന്നിട്ട് അതിൽ വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചത് ഇത് ഓൾറെഡി ഓട്ടയാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല. വേറെ ഇതുണ്ട്, അതിനാണ് ഇപ്പോൾ ഈ ഐസ്ക്രീം ബോക്സ് കണ്ടിട്ടില്ലേ, ആ ഐസ്ക്രീം ബോക്സ് തുറക്കില്ല, അതേമാതിരി ഞാൻ മറ്റേത് ചെയ്തിട്ടോ. അതിൻ്റെ എതിർക്കുക, അളവെടുക്കുക, എന്നിട്ട് ഇതേമാതിരി തുറട്, എന്നിട്ട് ഇതേമാതിരിക്ക് ഇറക്കി വയ്ക്കുക. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇന്ന് അവസാനം നമ്മളിത് എന്ത് ചെയ്യും, എല്ലാ ഭാഗവും അടച്ച് സെക്യൂർഡാക്കി വെച്ച് എന്നിട്ട് കളറൊക്കെ മാറ്റി, അല്ലെങ്കിൽ കളർ അടിക്കാം, ഫാബ്രിക് പെയിൻറ്റോട് പെയിൻറ്റ് അടിക്കാൻ അവിടെ ഒട്ടിക്കുക ചെയ്തത്. പിന്നെ ഈ കാണുന്ന ഐസ്ക്രീം കപ്പുകളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. കളർ ചെയ്തിട്ടും സാധനങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ള അവസാന ലുക്ക് അറിയുന്നത് ഇതാട്ടോ. ശ്രദ്ധിച്ചാൽ മനസ്സിലാവേണ്ട, നടുക്ക് താഴ്ന്നാണ് കിടക്കുന്നത്. ആ താഴ്ന്ന് കിടക്കണത് അതിൻ്റെ നടുക്കിൽ എന്തെങ്കിലും സാധനം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നുകൂടി പൊങ്ങി നിൽക്കും കേട്ടോ. ഇനി അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു താങ്ങി സ്റ്റാൻഡായിട്ടൊക്കെ നിൽക്കും. താങ്ങുണ്ട്, ആ താങ്ങൊന്ന് മാറ്റണം. ശ്രദ്ധിച്ചാൽ മനസ്സിലാവില്ല, ലിപ്സ്റ്റിക്ക് കുറവുള്ളത്. ആ ലിപ്സ്റ്റിക്കിൻ്റെ തുള ഓട്ടയിൽ കിടക്കുന്നില്ല, അത് ഞാൻ ഓൾറെഡി എടുത്തിരുന്നു, അതാട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സംശയമുള്ളവർക്ക് അത് പോയിട്ടിരുന്ന് കാണാവുന്നതാണ്. ബൈ ബൈ.